പ്രാണന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ ഉരുൾപൊട്ടലിൽ നഷ്ടമായ വേദനയിലാണ് വയനാട് അട്ടമലയിലെ സന്ധ്യ ലെനിൻ. പത്തനംതിട്ടക്കാരിയായ സന്ധ്യ വിവാഹശേഷമാണ് വയനാട്ടിലെത്തിയത്. 2 പെൺമക്കളും 5 വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയുമായി വാടക വീട്ടിൽ കഴിയുന്ന സന്ധ്യയ്ക്ക് ദുരന്തരാത്രിയിലെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. രാത്രി കൊണ്ട് മാഞ്ഞു പോയതുപോലെ തോന്നുന്നു. ഉറങ്ങാൻ കിടന്നു, പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. 1 മണി വരെ ഉണ്ടായിരുന്നു, 1 മണി 1:30 വരെയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. വേഗം ഉറക്കത്തിൽ നിന്ന് എണീച്ച് അച്ഛൻ വിളിച്ചപ്പോൾ താഴേക്ക് പോയതാണ് വെള്ളം നോക്കാൻ. എന്തിനാ പോയെന്നറിയില്ല. മൊബൈൽ താഴെ വെച്ചു എന്നൊക്കെ പറയുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് ഇറങ്ങി താഴേക്ക് പോയി. അവർ താഴെ എത്തിയെന്ന് ഉറപ്പില്ല. അതിന് മുമ്പ് ബാക്കിൽ നിന്ന് ഇത് പൊട്ടി വന്നു. മരം എന്തോ വന്നടിച്ച് സ്റ്റെയർ ആദ്യം പോയി. അപ്പോഴത്തേക്കിന് വീടാകെ ഒന്ന് കുലുങ്ങി. പിന്നെ നമ്മുടെ കഴുത്തൊപ്പം വെള്ളമായി. പക്ഷെ വെള്ളം നിന്നില്ല. ആ വെള്ളം അങ്ങനെ വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് ഒഴിഞ്ഞു പോയി. നല്ലോണം നീന്തറിയാവുന്ന ആളാണ്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പിടിച്ച് നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ പെങ്ങളും വിളിച്ച് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തരെ ഫോൺ വിളിക്കുന്നുണ്ട്. മോടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വിളിച്ചു പറഞ്ഞിങ്ങനെ ലെനിന്ന് TV എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോഴാ മനസ്സിലൊരു ഇത് തോന്നി, ഇവരൊക്കെ കള്ളം പറയാണോ, ആള് പോയല്ലോ. അപ്പോഴും വിശ്വസിച്ചില്ല. പിന്നെ ആരൊക്കെയോ വന്ന് വീട്ടിൽ നിന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. മെമ്പാടിയിലെത്തിയപ്പോൾ വെള്ളത്തുണിയും പൊതിഞ്ഞൊരു ഐസ് കട്ട പോലെ കിടക്കുന്നു. ലെനിൻ യാത്രയായെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ ഇന്നും സന്ധ്യയ്ക്ക് സാധിച്ചിട്ടില്ല. ലെനിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കൈത്തണ്ടയിൽ പച്ചകുത്തിയിരിക്കുകയാണ് സന്ധ്യ. ഇത്രയും ദിവസം ഈ കാണാതെ ഇതുവരെയും ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാ, ഇങ്ങനെ ചെയ്താൽ കൂടെ ഉണ്ടെന്നുള്ളൊരു. എപ്പോഴും എനിക്ക് നോക്കുമ്പം ആ മുഖം എന്നെ ചിരിച്ചു കാണിക്കുന്ന പോലെ ഇരിക്കണമെന്നൊരു. അങ്ങനെ ഞാൻ ബത്തേരിയിലുള്ള മനോജ് എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ച്, ലെനിയേട്ടൻ്റെ കൂട്ടുകാരനെ, ലെനിയേട്ടൻ ടാറ്റു ചെയ്തിട്ടുള്ള ലെനിയേട്ടൻ അറിയാവുന്ന. ഞാൻ മനോജനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. വന്നോളാൻ പറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടോ എന്തുകൊണ്ടോ ചേട്ടൻ പൈസ പോലും മേടിച്ചില്ല. സന്ധ്യയുടെയും 3 മക്കളുടെയും ദുരിതം കണ്ട് വീട് നിർമ്മിക്കാനായി കോഴിക്കോട് സ്വദേശി സ്ഥലം നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ആ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ കുടുംബത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും സഹായം കൂടിയേ മതിയാകൂ. ഒരു തീക്കോയിന്ന് കുറേ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലൊരു സാറ്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ സാറ് എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. സാറ് വീട് വെച്ച് തരാൻ തയ്യാറാണെന്ന്. പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ സ്ഥലമില്ല. ഞാൻ ഇവിടുത്തെ മെമ്പറോടൊക്കെ സംസാരിച്ചു. നമ്മുടെ ഈ 19-ാം വാർഡിലെ മെമ്പർ അജ്മൽ എന്ന് പറഞ്ഞ് സാറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. സാറും ആലോചിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ളൊരിതിൽ പറഞ്ഞിട്ടുണ്ട്.
മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.